إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ ഒരു വേനൽ അവധി കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഒരു സന്ദർഭമാണിത്. പരീക്ഷകൾ അവസാനിച്ച് 1-1.5 മാസം ഒഴിഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കുട്ടികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും നമ്മുടെ സമയത്തെ, പ്രത്യേകിച്ചും ഒഴിവ് സമയങ്ങളെ വളരെ ക്രിയാത്മകമായും ചിന്തിച്ചുകൊണ്ടും ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അത് രണ്ട് ലോകത്തും വലിയ നഷ്ടമാണ് നമുക്ക് വരുത്തിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ ആയുസ്സും അവസരങ്ങളും സമയങ്ങളും ഒഴിവ് സമയങ്ങളുമെല്ലാം തന്ന് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ മരിച്ചുപോകുന്ന ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. ഭൂമിയിൽ അല്ലാഹു നൽകിയ ആയുസ്സും സമയങ്ങളും അവസരങ്ങളും ഉപയോഗിക്കാതെ അല്ലാഹുവിന്റെ ദീന് മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ, അവർ മരിക്കാൻ ഉള്ള അവസരത്തിൽ അവരൊരു ഖേദപ്രകടനം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. എന്താണ് അവർ പറയുന്ന കാര്യം? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, ഈ ഭൂമിയിൽ ഒരുപാട് കാലം ഞാൻ ജീവിച്ചു, ഒരുപാട് നന്മകൾ ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു, പക്ഷെ ഞാനതെല്ലാം അവഗണിച്ചു. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോൻ എനിക്ക് കുറച്ചുകൂടി സമയം എനിക്ക് നീട്ടിത്തരുകയാണെങ്കിൽ. അവിടെ പ്രയോഗം നോക്കണം നിങ്ങൾ.
എനിക്കൊരു 10 കൊല്ലം കൂടി തരികയാണെങ്കിൽ എന്നല്ല, എനിക്കൊരു കുറച്ച് ദിവസങ്ങൾ കൂടി തരികയാണ് എന്നെങ്കിൽ അതുമല്ല. ഇല അജലിൻ ഖരീബ്, ഏതാനും സമയം, കുറച്ചുകൂടി സമയം എനിക്ക് നീട്ടിത്തരുകയാണെങ്കിൽ ഫഅസ്സദ്ദഖ, ഞാൻ ധാരാളമായി കൊണ്ട് സദഖകൾ ചെയ്യുകയും നന്മകൾ ചെയ്യുകയും വഅക്കും മിനസ്സാലിഹീൻ, ഞാൻ നല്ല സുഹൃതവാന്മാരിൽ സ്വാലിഹീങ്ങളിൽ പെടാൻ ഞാൻ പരിശ്രമിക്കും പടച്ചോനെ എന്ന് ജീവിതത്തിൽ അശ്രദ്ധമായിക്കൊണ്ട് ജീവിച്ച മുഴുവൻ മനുഷ്യന്മാരും മരണത്തിന്റെ സമയത്ത് ഖേദം പ്രകടിപ്പിക്കും. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. സഹോദരന്മാരെ, നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ച്, നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒഴിവ് സമയത്തെക്കുറിച്ച് നമ്മൾ ഖേദിക്കുന്നൊരവസ്ഥയുണ്ട് എന്നാണ്, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നൊരു പാഠം. ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തു മുനാഫിഖിന്റെ അടുത്ത ആയത്തിൽ പറയാണ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്ത് എന്താണ്? ഒരു മനുഷ്യന്റെ ആയുസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ആവശ്യങ്ങൾക്ക് പരിഗണന ഉണ്ടാവുകയില്ല. അതിന് എന്ത് അട്ടഹസിച്ചിട്ടും എന്ത് നിലവിളിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു പറയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു മനുഷ്യന്റെ അജലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ പിന്തിക്കുന്ന അവസ്ഥയല്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ സഹോദരന്മാരെ, പ്രത്യേകിച്ചും കുട്ടികളോടും യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പാഴാക്കി കളയുന്ന, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സമയത്തെ ഒരു അമൂല്യ വസ്തുവായി പ്രത്യേകിച്ചും ഈ ഒഴിവ് കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഖേദിക്കും. ഇത് മരണസമയത്ത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിന്റെ പരലോകത്ത് കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു വേള ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദീന് സ്വീകരിക്കാതെ മരിച്ചുപോയ മനുഷ്യനാണെങ്കിൽ നരകത്തിൽ കിടന്നും അവൻ ഖേദപ്രകടനം നടത്തുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിറിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ കടന്നുകൊണ്ട് മനുഷ്യന്മാർ അട്ടഹസിക്കുകയാണ്. അവർ അട്ടഹസിക്കുകയാണ്, റബ്ബന, പടച്ചോനെ. എന്താണ് അവരോട് ചോദിക്കാനുള്ളത്? അവർ അല്ലാഹുവിനോട് ചോദിക്കുന്ന, ഖരിജ്നാ നഅമൽ സ്വാലിഹൻ, ഈ നരകത്തിൽ നിന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ഞങ്ങളൊന്ന് പുറത്താക്കി കഴിഞ്ഞാൽ, ഈ നരകത്തിൽ നിന്ന് കുറച്ച് സമയം ഞങ്ങളൊന്ന് പുറത്തേക്കിട്ട് ഞങ്ങൾക്കൊരു അവസരം തന്നാൽ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു, ഞങ്ങൾ ഇതുവരെ ദുനിയാവിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇനി ചെയ്യൂല, ഇനി സമയങ്ങൾ കൃത്യമായി കൊണ്ട് വിനിയോഗിച്ച് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരായി ഞങ്ങൾ മാറും. അതുകൊണ്ട് ഒരു ചാൻസ് കൂടി പടച്ചോനെ നിങ്ങൾക്ക് തരണം. അപ്പൊ എന്താ അല്ലാഹു പറയാ? എന്നായിക്കോട്ടെ, ഒരു ചാൻസ് കൂടി പിടിച്ചോ. അങ്ങനെയല്ല, അതിന് അവസരമുണ്ടെങ്കിൽ സഹോദരന്മാരെ നമുക്ക് സന്തോഷിക്കാം. അല്ലാഹു പറയാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കുന്ന മനുഷ്യന്മാർക്കും ആലോചിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ആവശ്യമായ ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? നിങ്ങളുടെ സമയം വേസ്റ്റാക്കി ദീന് സ്വീകരിക്കാതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം നന്മകളുടെ ഭണ്ഡാരത്ത് നോക്കുമ്പോൾ അതൊക്കെ ശൂന്യമാണ്, തിന്മകളുടെ കൊട്ടയാണെങ്കിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മടക്കമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഒരു അക്രമിക്കും ഒരു സഹായം ഉണ്ടാവുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ സഹോദരന്മാരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിശ്വാസി സംബന്ധിച്ചിടത്തോളം, അവന്റെ ആയുസ് ചുരുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ അജണ്ടകൾ അവനുണ്ടാകണം, കൃത്യമായ പ്ലാനിങ്ങൾ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, വിശ്വാസികളെ നിങ്ങൾ 5 കാര്യങ്ങൾ സ്വീകരിച്ച് ഒരുക്കി വെച്ചോ, 5 കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ഒരുക്കി വെച്ചോ, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായി. പ്രവാചകൻ പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ ചെലവഴിച്ചോ. ഇന്നിപ്പോ യുവത്വം എന്ന് പറഞ്ഞാൽ ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് പലപ്പോഴും ചിന്തിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, നിന്റെ യുവത്വം ഒരു അനുഗ്രഹമാണ്. ആ യുവത്വം കഴിഞ്ഞാൽ നിന്റെ മുടികൾ നരക്കും, നിന്റെ തൊലികൾ ചുക്കിച്ചുളിയും, നിന്റെ എല്ലുകൾക്കും നിന്റെ മസിലുകൾക്കും നിന്റെ മനസ്സിനും ശരീരത്തിനുമൊക്കെ അശക്തത ബാധിക്കും.
ആർക്കും സംശയമില്ലല്ലോ, ഇതൊക്കെ പ്രകൃതി നടക്കുന്ന കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, നിന്റെ അതിനൊക്കെ അശക്തത ബാധിക്കുന്നതിന് മുമ്പ് നിന്റെ ഹറം നിന്റെ വാർദ്ധക്യം നിനക്കെത്തുന്നതിന് മുമ്പ് നിന്റെ ശബാബിനെ നീ നിന്റെ യുവത്വത്തെ ചെലവഴിച്ചോ. വസിഹതിക ഖബല സഖമിക, നിന്റെ ആരോഗ്യം നിന്റെ രോഗം വരുന്നതിന് മുമ്പ് നീ ചെലവഴിച്ചോ. വഗിനാക ഖബല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചോ. വഫറാഖിക ഖബല ശുഗ്ലിക, നീ തിരക്കായി പോകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്ത് നീ ചെലവഴിച്ചോ. വഹയാതിക ഖബല മൗതിക, നിന്റെ മരണം നിനക്ക് യാദൃശ്ചികമായി കൊണ്ടുവരുന്നതിന് മുമ്പ് നിന്റെ ജീവിതം നീ സമ്പാദിച്ചോ. എന്ത് സമ്പാദിച്ചോ? പരലോകത്തേക്ക് എന്തെങ്കിലും സമ്പാദിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ആളുകളെ നമ്മെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ഒഴിവ് സമയം, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം ഇപ്പോഴാണ് ചെലവഴിക്കേണ്ടത്. അതൊക്കെ ഉണ്ടാകുമ്പോഴാണ്. സമ്പത്തില്ലാതെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു രോഗിയായി കിടക്കുന്ന ആള് പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് വിവാദത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരെ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഒരു വളരെ തിരക്കുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും പല നന്മകൾക്കും ചിലപ്പോൾ അയാൾക്ക് തടസ്സങ്ങൾ വന്നേക്കാം. ഇതെല്ലാം വരുന്നതിന് മുമ്പ് നീ നിന്റെ റബ്ബിനെ കുറിച്ചും നിന്റെ ദീനിനെ കുറിച്ചും സഹോദരന്മാരെ ചിന്തിച്ചോ, എന്നിട്ട് നീ അത് പണിയെടുത്ത് നിന്റെ അമലിന്റെ കൊട്ട നിറച്ചോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ചുരുക്കം. നമ്മളെപ്പോഴും സഹോദരന്മാരെ ഒഴിവ് സമയമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. പലപ്പോഴും ദുനിയാവിന്റെ ചുവലിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും എന്തിനാ ദുനിയാവിന് വേണ്ടിയാണോ നമ്മൾ പടക്കപ്പെട്ടത് എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലേക്ക് നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ പലപ്പോഴും ദീന് മറന്നുകൊണ്ട് പൂർണ്ണമായും ദുനിയാവിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാകും. ഒരിക്കലും ഉണ്ടാകും. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. സഹോദരന്മാരെ, നമ്മളെ പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധനയ്ക്ക് വേണ്ടി തന്നെയാണ്. പടച്ചോൻ ആരാധിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാം പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ളത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ മരണമെത്തുന്നത് വരെ നീ പടച്ച റബ്ബിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അത് ഒഴിവ് സമയമാണെങ്കിലും മെയ് മാസമാണെങ്കിലും ഏപ്രിലാണെങ്കിലും ജൂണാണെങ്കിലും ഏത് റമദാനാണെങ്കിലും അല്ലെങ്കിലും ഏത് കാലഘട്ടത്തിലും പടച്ച റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം വിശ്വാസി. ഒഴിവ് സമയത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോലിയില്ലാത്ത ഒഴിഞ്ഞ സമയങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അനുഗ്രഹമാണെന്നാണ്. നമ്മളെപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അഥവാ നമ്മൾക്കൊരു പണിയില്ലെങ്കിൽ നമ്മൾ എന്താ സാധാരണ പറയാം? പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. അങ്ങനല്ല. പ്രവാചകൻ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധിക ആളുകളും ഈ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയും ഇതിന്റെ വലിയ അനുഗ്രഹങ്ങളാണ്, നിഅമത്താണ്. ഒഴിവ് സമയം ഒരു അനുഗ്രഹമാണെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏതാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹത്തു വൽ ഫറാഹു, ആരോഗ്യവും ഒഴിവ് സമയം. ഇത് രണ്ടും ഒത്തുവന്നാൽ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും. ദുനിയാവിന്റെ കാര്യങ്ങൾ, അതല്ലെങ്കിൽ പരലോകത്തേക്കുള്ള കാര്യങ്ങൾ, ഇതിലേത് ചെയ്താലും മതി ആ മനുഷ്യൻ അവന്റെ സമയത്ത് യൂട്ടിലൈസ് ചെയ്യാണ്, ആ സമയത്ത് അവന് ഉപയോഗിക്കുന്ന മനുഷ്യനായിരിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകത്തിൽ കാണാൻ കഴിയും, നമ്മുടെ മുൻഗാമികൾ സമയം ചെലവഴിക്കുന്നതിനും അവരുടെ ഒഴിവ് സമയം ഉപയോഗിക്കുന്നതിനും എത്രമാത്രം ശ്രദ്ധ കാണിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അദ്ദേഹം പറയാണ്, ഇന്നി അക്റഹു അന്നി അറാ അഹദക്കും സബഹുലൻ, നിങ്ങളിൽ ഒരു മനുഷ്യനെ ഒഴിഞ്ഞിരിക്കുന്നവനായിക്കൊണ്ട് കാണുക എന്ന് പറയുന്നത് എനിക്ക് വെറുപ്പുള്ള കാര്യമാണ്. വെറുതെ ഇരിക്കുക. ലാ ഫി അമലി ദുനിയ വലാ ഫി അമലിൽ ആഖിറ, ഒന്നുകിൽ ആ മനുഷ്യൻ ദുനിയാവിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവനായിരിക്കണം, അതല്ലെങ്കിൽ ആഖിറത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവനായിരിക്കണം. ഇത് രണ്ടുമില്ലാതെ ഒന്നുകിൽ ദുനിയാവിലും കാര്യമില്ല പരലോകത്തും കാര്യമില്ല, ഇത് രണ്ടിലും കാര്യമില്ലാത്തൊരു പ്രവർത്തനം ചെയ്യുന്നവനായിക്കൊണ്ട് നിങ്ങളെ ഞാൻ കാണുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് വെറുപ്പുള്ള കാര്യമാണ് എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ ദുനിയാവിന്റെ കാര്യം എടുക്കുക, അത് വിശ്വാസിക്ക് ആവശ്യമില്ലാതെ വലാത്തൻ സനസീബക മിന ദുനിയ, ദുനിയാവിന്റെ കാര്യങ്ങൾ നീ മറന്നുപോകാൻ പാടില്ല. അതല്ലെങ്കിൽ പരലോകത്തിന്റെ വിഷയം, ഇത് രണ്ടിലും ഉപകാരമില്ലാത്ത, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലാണ് ഇപ്പൊ പലപ്പോഴും നമ്മുടെ യുവാക്കളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളത്. വെറുതെ മൊബൈൽ തോണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഗെയിം കളിച്ചിരിക്കുക, അല്ലെങ്കിൽ വെറുതെ സമയം പറഞ്ഞിരിക്കുക, വെറുതെ വാട്സപ്പിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ ചില ഗ്രൂപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുക. ഒരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് ഒന്നുകൂടി ദുനിയാവിൽ കാര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ പരലോകത്ത് കാര്യം. ഇത് രണ്ടും കാര്യമില്ലാത്ത മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വലിയ ചർച്ചകളാണ് പല വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത്. എന്താ അതുകൊണ്ട് കാര്യം?
അത് പറയുന്നവന് കുറെ തിന്മകൾ ഇങ്ങനെ അവന്റെ അമലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഒരുപക്ഷെ തിന്മയുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ ഒരു ഉപകാരവുമില്ലാത്ത കാര്യത്തിൽ സഹോദരന്മാരെ, വിശ്വാസികളായ ആളുകൾ നമ്മൾ തലയിടാൻ പാടില്ല. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്നുകിൽ നീ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ദുനിയാവിന്റെ കാര്യം ചെയ്തോ, അതല്ലെങ്കിൽ പരലോകത്തിന്റെ കാര്യം ചെയ്യും. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്റക്തു അഖ്വാമൻ കാനു അശദ്ദ ഹർസൻ അലാ ഔഖാതികും മിൻ ഹർസികും അലാ ദറാഹിമികും വദനാനീരികും. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സഹാബത്തിനെ കുറിച്ച് പറയാണ്, നിങ്ങളിൽ ഒരു മനുഷ്യൻ തന്റെ പണം എത്രമാത്രം സൂക്ഷിച്ച് ചെലവഴിക്കുന്നുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ, അതിനേക്കാൾ കൂടുതലായി മൂല്യവത്തായ സമയത്തെ സൂക്ഷിച്ചും ചിന്തിച്ചും ആലോചിച്ചും ചെലവഴിക്കുന്ന ഒരു സമുദായത്തെയാണ് ഞാൻ കണ്ടത് എന്ന്. ആരാണവർ? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തായിരുന്നു. അവർക്കും നമ്മളെപ്പോലെ പല പണികളും ജോലികളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയ മൊബൈൽ തോണ്ടിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ അതുണ്ടെങ്കിലും അവർ കൃത്യമായിക്കൊണ്ട് സമയം പാലിച്ചവരും ആ സമയത്തെ കൃത്യമായിക്കൊണ്ട് ഉപയോഗിച്ചവരും ഒന്നുകിൽ ദുനിയാവിൽ അതല്ലെങ്കിൽ പരലോകത്തിന് വേണ്ടി ചെലവഴിച്ചവരുമാണ്. അതാണ് ഹസൻ ബസ്രി പറഞ്ഞു, ഞാൻ കണ്ട ഖൗമ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സഹാബത്ത്. അവർ സമയം അനാവശ്യമായി കൊണ്ട് ചെലവഴിച്ചവരെയല്ല. ഇത് മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും വയസ്സായി പ്രായമായി വീട്ടിലിരിക്കുന്ന ആളുകൾ, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ ഒരു അമല സ്വാലിഹാത്തുകൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഒരു ദിക്ർ ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ടാകും. ഈ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസി സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്ക് മുതൽക്കൂട്ടാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നിഅമതാനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഒരു ഒഴിവ് സമയം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ദിവസം അവർക്ക് കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ മെന്റാലിറ്റി എന്താണ്, അവർ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് ഈ ഹദീസിൽ മനസ്സിലാകും. അദ്ദേഹം പറയാം, മാ നദിംതു അലാ ശൈഇൻ നദ്മി അലാ യൗമിൻ ഗറബത്ത് ശംസുഹു നഖസ ഫീ അജ്ലി വലം യസ്ദദ് ഫീഹി അമലി. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കുക, നമ്മളെന്താ ചിന്തിക്കുക? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്താ ചിന്തിച്ചത്? അദ്ദേഹം പറയാണ്, ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, പടച്ചോൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ, എന്റെ അമലിൽ എന്റെ സൽക്കർമ്മത്തിൽ എനിക്ക് എന്താണ് വർധനമുണ്ടായത്, എന്റെ സൽക്കർമ്മത്തിൽ നിന്ന് എന്താണ് വർധന, എന്റെ ഒരു ആയുസ് ഒരു ദിവസം കഴിഞ്ഞു, മരണത്തേക്ക് ഞാൻ ഒരു ദിവസം അടുത്ത് കഴിഞ്ഞു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മരണത്തേക്കടുത്ത് എന്റെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുപോയെങ്കിലും എന്റെ അമലിൽ നിന്ന് എന്താണ് എനിക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതിനെ കുറിച്ചാണ് ഓരോ ദിവസവും ഞാൻ ചിന്തിക്കാറുള്ളത് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ നന്മയിലേക്ക് മുൻകടന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ പഠിച്ച് വലിയ ഫഖീഹുകളും വലിയ പണ്ഡിതന്മാരുമായി തീർന്നതുമൊക്കെ പ്രവാചകന്റെ സഹാബത്ത് അങ്ങനെ ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഉള്ള സമയത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുകാതെ ഉള്ളതുപോലെ ചെലവഴിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്, വെറുതെ വീട്ടിലിരിക്കുന്ന ആളല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, നിങ്ങളിൽ എന്നാരാണ് സുന്നത്ത് നോമ്പെടുത്ത ആള്? അപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാനിന്ന് സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നൊരു മുസ്ലിമായ മനുഷ്യന്റെ ജനാസയുടെ കൂടെ പോയവൻ ആരാണ്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, നബി, ഞാനുണ്ട്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്ന് നിങ്ങളിൽ ആരാണ് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തത്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, നബി, ഞാനുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, നിങ്ങളിൽ ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര നന്മകളാണ് വാരിക്കൂട്ടിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മജ്തമഅ ഫീ ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഒരുമിച്ച് കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ ഇല്ല. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അഥവാ സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങൾ ഓരോ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടും എത്രമാത്രം സമയത്തെ ഉപയോഗിച്ചുകൊണ്ടും അവർ കിട്ടുന്ന സമയങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഉമ്മത്തിലെ എന്നല്ല, ലോകത്ത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഏറ്റവും അഫ്ളലായ മനുഷ്യൻ മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം കൊണ്ടാണ് എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്.
എത്രത്തോളം ചോദിച്ചാൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബിമാരിൽ 6 ആളുകളും ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദഅവത്ത്. നിങ്ങൾ ആലോചിക്കുക, എത്രയായിരിക്കും അദ്ദേഹത്തിന്റെ നന്മകളുടെ ഏടുകളിൽ ഉണ്ടായിരിക്കുക. ഇതൊക്കെ കുറഞ്ഞ ആയുസ് പ്രവാചകന്റെ വയസ്സിൽ തന്നെയാണ്, 63ാമത്തെ വയസ്സിൽ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചു പോയിട്ടുള്ളത്. നമ്മൾ 60ഉം 70ഉം അതുപോലെ തന്നെ 50ഉം 40ഉം 20ഉം 30ഒക്കെ വയസ്സ് കിട്ടിയിട്ടും സഹോദരന്മാരെ നന്മകളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമെങ്കിൽ ഒഴിവ് സമയത്ത്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വെക്കേഷൻ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കണം. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, അസ്മാലിൽ ഇൻസാൻ ഉംറുഹു, ഒരു വിശ്വാസിയുടെ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്താണ്? അത് പൈസ അല്ല, സ്വർണ്ണല്ല, അല്ലെങ്കിൽ വെള്ളിയല്ല, അവന്റെ പറമ്പല്ല, അവന്റെ വാഹനമല്ല. അദ്ദേഹം പറയാണ് ഉംറുഹു, അവന്റെ ആയുസ്സാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും മൂല്യമുള്ള ധനമെന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ്സാണ്. കാരണം അന്നൽ ഉംറ അഖസ്സു മാ യഹ്തമു ബിഹിൽ ഇൻസാൻ. പക്ഷെ എന്താ മനുഷ്യന്മാരുടെ ആ ആയുസ്സിനുള്ള സമീപനം എന്താണ്? ഒരു മനുഷ്യൻ തന്റെ പണത്തിന് നൽകുന്ന വില പോലും, അല്ലെങ്കിൽ തന്റെ വാഹനങ്ങൾക്കും തന്റെ ഭൂമിക്കും തന്റെ കച്ചവടത്തിന് നൽകുന്ന വില പോലും പലപ്പോഴും മനുഷ്യന്മാർ സമയത്തിന് കൊടുക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫതജിദുഹു യബ്ഖലു ബിദ്ദറാഹിം വദ്ദീനാർ വലാകിൻ ലാ യബ്ഖലു ബിസ്സആത്തിൽ കസീറ അല്ലത്തി തദ്ഹബു മിൻ ഉംരിഹി ബിലാ ഫായിദ. ഒരു പൈസ ചെലവാക്കുമ്പോൾ ചിന്തിച്ചും ആലോചിച്ചും വളരെ പിസ്കീറ്റിയാണ് മനുഷ്യന്മാർ ചെലവഴിക്കുക. പക്ഷേ അവന്റെ ആയുസോ, അവന്റെ സമയം ഇഷ്ടം പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കും, പണം ചെലവഴിക്കുമ്പോൾ അവൻ 100 വട്ടം ചിന്തിക്കും. അപ്പൊ ഏതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? ഇബ്നു ഉസൈമീൻ പറയും, എന്നിട്ട് അദ്ദേഹം തെളിവ് പറഞ്ഞു കേട്ടോ. അദ്ദേഹം പറയും, ഹത്താ ഇദാ ജാഅഹദുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അമലു സാലിഹൻ ഫീമാ തറക്തു. ഇതിന് അദ്ദേഹം തെളിവ് പറഞ്ഞെന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനേക്കാളും ഏറ്റവും പ്രാധാന്യമുള്ള, സമ്പത്തിനേക്കാളും മൂല്യവത്താണ് അവന്റെ സമയം എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ തെളിവ് അദ്ദേഹം പറയാൻ. കാരണം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, മരണം അവന്റെ മുമ്പിലേക്ക് എത്തിയാൽ ഖാല റബ്ബി ഇർജിഊൻ, അവൻ പറയും, പടച്ചവനെ എന്നെ ഒന്ന് മടക്കിക്കൊണ്ട, ഒരു കുറച്ചു സമയം എനിക്കൊന്ന് തിരിച്ചുകൊണ്ട, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ട ഒരുപാട് നന്മകളുണ്ട്, ആ നന്മകളാണ് പടച്ചവനോട് ആ സമയത്ത് അവൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഒരിക്കലും ഒരു മനുഷ്യനും പറയില്ല, എന്ത് എനിക്ക് കുറച്ച് സമയം നീട്ടിച്ച് ഞാൻ കുറച്ചുകൂടി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ എന്റെ വീടിന്റെ പണിയൊന്ന് തീർക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു വണ്ടി കൂടി വാങ്ങട്ടെ, അല്ലെങ്കിൽ ആ പറമ്പ് കൂടി കച്ചവടം നടത്തട്ടെ, എന്റെ ഒരു കുട്ടീനും കൂടി കെട്ടിക്കട്ടെ എന്നൊരിക്കലും അവൻ ആരും പറയില്ല. എന്നാ എല്ലാരും പറയെന്താണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, പടച്ചവനെ എനിക്കൊരുപാട് നന്മകൾ ചെയ്യാൻ ബാക്കിയുണ്ട്, ആ നന്മകൾ ഞാനൊന്ന് ചെയ്താട്ടെ. ഇതിനർത്ഥം എന്താ? അവന്റെ കുടുംബത്തെക്കാളും സമ്പത്തിനേക്കാളും ഭൂമിയേക്കാളും കച്ചവടത്തെക്കാളും വാഹനത്തെക്കാളും ബിസിനസിനേക്കാളും ഒക്കെ മരിക്കുന്ന സമയത്ത് അവന്റെ മുന്നിൽ മൂല്യവത്തായി അവന് തോന്നുന്നത് അവന്റെ സമയമാണ്, അവന്റെ അമലു സ്വാലിഹാത്താണ്. ഇത് നഷ്ടപ്പെടുത്തി കളയുന്നൊരവസ്ഥ സഹോദരന്മാരെ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ സമയം കൊല്ലുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതിലേക്കാണ് കയറിക്കഴിഞ്ഞാൽ പിന്നീട് അറ്റമില്ലാത്ത അതിരുകളില്ലാത്ത വാനലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചതുപോലെയാണ്. എവിടുക്കാ പോണത്, എവിടുക്കാ പറയുന്നത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് കൃത്യമായി നിയന്ത്രിച്ച്, പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മുടെ താഴെ ചെറിയ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ മീഡിയകൾ അനിയന്ത്രിതമായി കൊണ്ട് ഉപയോഗിക്കുന്നതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇപ്പൊ ആസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കാൻ പാടില്ലെന്നും അവരത് ഉപയോഗിക്കാൻ പാടില്ലെന്നും കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, കർണാടക ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഈ വളർന്നു വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും, അവരാണ് നമ്മുടെ ഭാവിയിലെ നേതാക്കന്മാരും, ഈ ലോകത്ത് നയിക്കേണ്ടവരും, ഈ ഉമ്മത്തിനെ നയിക്കേണ്ടവരും, ഈ സമുദായത്തെ നയിക്കേണ്ടവരൊക്കെ അവരാണ്. അവിടെ തലച്ചോറ് മോശമാകാൻ പാടില്ല. അവിടെ തലച്ചോറിൽ ചളികളും അതുപോലെ തന്നെ പുഴുക്കുത്തുകളും നിറഞ്ഞും അത് വൃത്തികേടാകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നാടത്തെ ഉമ്മത്തിന്റെ ഭാവി അന്ധമായിരിക്കും, അത് ഇരുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നിയന്ത്രിക്കണം. അതിനുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ആവശ്യങ്ങൾക്ക് കൊടുക്കുകയും എന്നാൽ അനാവശ്യങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ചെറിയ കളികളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളോട് സഹോദരന്മാരെ, നമ്മൾ ഇപ്പൊ വലിയ ആളുകള് വാപ്പങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈലിൽ തോണ്ടിക്കുത്തിരിക്കുകയായിരിക്കും. പിന്നെ മക്കള് ഒരു അരമണിക്കൂർ എടുക്കുമ്പോൾ അവരെ പറയുന്ന അവസ്ഥ ഉണ്ട്. നമ്മളതിന് മാതൃക കാണിച്ചു കൊടുക്കുക. ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗിക്കുക, ആവശ്യമില്ലാത്ത സമയങ്ങളിൽ നല്ല കാര്യങ്ങളും വായനയായിട്ടും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും ആ മാർഗത്തിലേക്ക് വരും. പറഞ്ഞതിന്റെ ചുരുക്കതാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന സമയം അത് അവന്റെ സ്വർണത്തെക്കാളും അവന്റെ പണത്തെക്കാളും മറ്റെന്തിനേക്കാളും സഹോദരന്മാരെ
വിലപ്പെട്ടതാണ്. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിന്നെ ഉണ്ടാക്കാൻ കഴിയും. ഒരു പക്ഷേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് നാളെ ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട പറമ്പ് നാളെ ചിലപ്പോൾ ജോലി എടുത്ത് വാങ്ങാൻ കഴിയും. ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയും. പക്ഷെ ഇന്ന് നഷ്ടപ്പെട്ട സമയം എത്ര പൈസ കൊടുത്താലും നമുക്ക് കിട്ടൂലല്ലോ. ആ ആയുസ് തിരിച്ചു കിട്ടുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഏത് സമയത്തും വരാം. അതിനു മുമ്പ് ഉള്ള സമയങ്ങൾ കൃത്യമായി ചെലവഴിച്ച് അസാസൂത്രിതമായി കൊണ്ട് ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകും. മരണം വന്നു കഴിഞ്ഞ് നമ്മളൊക്കെ വിലപിക്കും. ആർക്കും സംശയം വേണ്ട. ഏത് മനുഷ്യരാണെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു മനുഷ്യരും മരിക്കൂല എന്നാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ അല്ലാഹു പറയാണ്, വഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. നമ്മുടെയൊക്കെ മരണം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടാവില്ല. കറക്റ്റ് സമയത്ത് പടച്ചോൻ പിടിക്കപ്പെടും. പടച്ചോൻ നമ്മൾ പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ആ സമയം വരുന്നതിന് മുമ്പ് നമുക്ക് അല്ലാഹു നൽകിയ സമയം നിഅമത്താണെന്ന് മനസ്സിലാക്കുക. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം, നിങ്ങൾ പേടിക്കണം. നമ്മളെപ്പോഴും മരണം മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഒഴിവ് സമയങ്ങളിൽ പല ആളുകളും പല തോന്നിവാസങ്ങളിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കൊക്കെ പോകണെന്താണ്, ഇതുപോലെ ടൂർ പോകും, കൂട്ടുകാരോടൊക്കെ ടൂർ പോകും. അതായിരിക്കും ഒരുപക്ഷെ തിന്മകളിലേക്കുള്ള വാതിൽ തുറക്കുക. ടൂറുകളൊക്കെ ആവശ്യത്തിനാകാം, പക്ഷേ അനാവശ്യമായി കൊണ്ട് കൂട്ടുനിയന്ത്രണങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അതൊക്കെ വലിയ അപകടങ്ങൾ, ഇസ്ലാമിന്റെ മതിലുകൾ ചാടിക്കടന്ന് പല തിന്മകളിലേക്കുമൊക്കെ പോകാൻ കാരണമാകുന്നു എന്നുള്ള നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നിയന്ത്രിച്ച് പടച്ച റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന എല്ലാ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഏത് സമയമായിരിക്കണം, ഏത് സമയത്ത് നമ്മൾ ചെലവഴിക്കണം. അല്ലാഹു പറയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ അമലുകൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകും. വഹും ലാ യുളമൂന. അവർ ആക്രമിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവർ ചെയ്ത കുറ്റത്തിന് അള്ളാഹു അവിടെ ശിക്ഷ കൊടുക്കും. ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കലും അള്ളാഹു ആരെയും ശിക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് സമയത്തെ അനിയന്ത്രിതമായിക്കൊണ്ട് കളയാതെ കൃത്യമായിക്കൊണ്ട് നിയന്ത്രിച്ചും അതുപോലെ തന്നെ ചിന്തിച്ചും വിശ്വാസികൾ ചെലവഴിക്കണം. അവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്ന, അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അരാഷ്ട്രീയവാദി അഥവാ രാഷ്ട്രീയമില്ലാത്ത, എനിക്കതിലൊന്നും പ്രത്യേകിച്ച് നിലപാടുകളും റോളുകളൊന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതേസമയത്ത് രാഷ്ട്രീയത്തിൽ അതിരുകവിഞ്ഞ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മറന്ന് 24 മണിക്കൂറും രാഷ്ട്രീയം എന്ന് പറയുന്ന നിലപാടും ഉണ്ടാകാൻ പാടില്ല. രണ്ടിന്റെയും മധ്യത്തിലാണ് ഒരു വിശ്വാസം നിൽക്കേണ്ടത്. ഇഫ്രാത്തും പാടില്ല, തഫ്രീത്തും പാടില്ല, ഗുലുവ് പാടില്ല, അതിക്രമിച്ചും പാടില്ല, നിഷേധാത്മക പ്രവണതയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. അതേസമയത്ത് വിശ്വാസികളായ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അവന്റെ വോട്ട് എന്തിനു വേണ്ടി അവൻ ചെലവഴിക്കുന്നു എന്ന് ചിന്തിക്കണം. ഒരു വിശ്വാസി എപ്പോഴും അവന്റെ ദീനിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അവനൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവന്റെ ദീനിനും അവന്റെ പ്രമാണങ്ങൾക്കും അതേപോലെ തന്നെ അവന്റെ പാരത്രിക ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾക്കുമൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി അത് വോട്ട് ചെയ്യുകയാണെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത്. അവന്റെ ദീനിനെതിരാകുന്ന, പ്രത്യേകിച്ചും ഇസ്ലാമിനും ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഷിആറുകൾക്കുമൊക്കെ എതിരാകുന്ന, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഇവിടെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ഘട്ടം ഘട്ടമായിക്കൊണ്ട് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും പരസ്പരം തല്ലിച്ച് രാഷ്ട്രീയ ലാഭം നേടണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായിക്കൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത്. ഇനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമായ കാര്യമൊന്നുമില്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇനി ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ തന്നെയും എടുത്തു നോക്കിയ മൗലാന അബുൽ കലാം ആസാദ് റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം കറകടഞ്ഞ സലഫി പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷെ സംശുദ്ധമായ രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കറകളഞ്ഞ തന്റെ ദീനിന് കേടുപറ്റാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിസ്കാരം ഒഴിവാക്കാത്ത, അതല്ലെങ്കിൽ തന്റെ ദീനിന് അപകടം പറ്റാത്ത രാഷ്ട്രീയ പ്രവർത്തകന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അവരാണ് നമുക്ക് മാതൃക. അതല്ലാതെ പള്ളിന്റെ മുമ്പ് കൂടെ നിസ്കാരത്തിന് സമയം പോകുമ്പോഴും പ്രകടനം പോകുകയാണെങ്കിൽ ഈ പ്രകടനം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, ആ രാഷ്ട്രീയം നമുക്ക് അപകടം ചെയ്യും. അതല്ലെങ്കിൽ അത്തരത്തിൽ നിസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി വോട്ടും തെരഞ്ഞെടുപ്പ് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഈ റിസൾട്ടൊക്കെ വന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറയുന്ന അവസ്ഥയല്ല. ദീനിനെതിരാകാത്തൊരു പ്രവർത്തനത്തിലൂടെ നമ്മൾ നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിർണായക ഘട്ടത്തിൽ അവന്റെ ഒരു വോട്ട് നിർണായകമാണ്. താൻ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല പ്രധാനം. എന്റെ വോട്ട് ഞാൻ ഒരിക്കലും പാഴാക്കുകയില്ല എന്ന ചിന്തയാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. ആലോചിച്ചും ചിന്തിച്ചും ആ കാര്യങ്ങൾ നിർവഹിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ രാഷ്ട്രീയമാണെങ്കിൽ നമ്മുടെ ദീനിനെതിരാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും അങ്ങനെ സംശുദ്ധമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റവും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ചിരിക്കുന്ന മുഴുവൻ അമലു സ്വാലിഹാത്തുകളും പൂർണ്ണമായ കൂലിയോടുകൂടി പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അതിൽ വന്ന വീഴ്ചകൾ അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇസ്ലാമിക രാജ്യത്തെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അവിടുത്തെ ഭരണാധികാരികളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين.